നമസ്കാരം. ഭീകരതയെ ചെറുക്കുക അല്ലെങ്കിൽ ഭീകരതയുടെ അടിവേരറുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകുന്ന പാകിസ്ഥാനെ ഇന്ത്യ നിലംപരിശാക്കിയത്. എന്തായാലും അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കിട്ട് പണിയാമെന്ന് കരുതിയ പാകിസ്ഥാന് വീണ്ടും തെറ്റിയിരിക്കുകയാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ ഇന്ത്യയുടെ വഴിക്ക് വന്നിരിക്കുകയാണ്. തീവ്രവാദികൾക്ക് വെള്ളവും വളവും നൽകുന്ന പാകിസ്ഥാനുമായുള്ള സഹവാസം മതി. അതായത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രചാരണം വലിയ വിജയം കൈവരിച്ചു എന്നതിൻ്റെ സൂചന കൂടിയാണ് ട്രംപ് ഇന്ത്യയുടെ വഴിക്ക് വന്നിരിക്കുന്നത്. എന്തായാലും പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ പാകിസ്ഥാൻ പിന്തുണയുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ അമേരിക്കൻ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലഷ്കർ-ഇ തോയ്ബയുടെ പ്രോക്സി സംഘടനയായ TRFനെ വിദേശ ഭീകര സംഘടനകളുടെ ആഗോള ഭീകരരുടെയും പട്ടികയിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദേശീയ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭീകരതയെ ചെറുക്കുന്നതിനും പഹൽഗാം ആക്രമണത്തിന് നീതി തേടുന്നതിനുമുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധതയാണ് TRFനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നതിലൂടെ പ്രതിഫലിക്കുന്നതെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കുന്നത്. TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച USന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. ഭീകരതയ്ക്കെതിരായുള്ള USന്റെയും ഇന്ത്യയുടെയും പ്രതിബദ്ധതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലും ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിലും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് സമയോചിതവും പ്രധാനപ്പെട്ടതുമായ ഒരു പുതിയ ചുവടുവയ്പായാണ് ഇതിനെ കാണേണ്ടത്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഭീകര സംഘടനകളുടെയും അവരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിരുന്നു. UN ഇതിനകം തന്നെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും നിരോധിക്കുകയും ചെയ്ത ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു മുന്നണി സംഘടനയാണ് TRF എന്നും അമേരിക്കയും ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. 2008 ലഷ്കർ-ഇ തോയ്ബയുടെ മുംബൈ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ സാധാരണക്കാർക്കെതിരെ നടന്ന ഏറ്റവും മാരകമായ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്നും US ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നു. TRF ഭീകരർക്കെതിരെ കൂടുതൽ കർശനമായ നടപടി ഉണ്ടാകുമെന്നും കർശന സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തും. TRFുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യും. ഇവർക്കായി തീവ്രവിരുദ്ധ പ്രചാരണവും ശക്തമാക്കും. അതേസമയം ഇവിടെ എടുത്തു പറയേണ്ടത് ഭീകരവാദി ഹാഫിസ് സയ്യിദിന്റെ സംഘടനയ്ക്കെതിരെ അമേരിക്ക കർശന നടപടി സ്വീകരിക്കുന്നു എന്നതാണ്. 2008 തുടക്കത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ഹാഫിസ് സയ്യിദിന്റെ ഭീകര സംഘടനയായ ലഷ്കർ-ഇ തോയ്ബ നിരോധിക്കപ്പെട്ടു. അതിനുശേഷം ഹാഫിസ് ജമാഅത്ത് ഉദ് ദവ രൂപീകരിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഹാഫിസിന്റെ മറ്റൊരു മുന്നണി സംഘടനയായ TRFനെ US തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചത്.